എന്നെ സംബന്ധിച്ച് സഹകാരിയിൽ വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ജോലിയിലെത്തിയത്. സഹകാരി ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഏറ്റവും നന്നായി റിസൾട്ടുകൾ സംസാരിക്കുന്നത് സഹകാരിയുടെ ഓരോ വീഡിയോസും ഓരോ പോസ്റ്റുകളും കണ്ടിട്ടാണ് ഞങ്ങൾ സഹകാരിയിൽ ജോയിൻ ചെയ്തത്. നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാർ കാണും, നമ്മൾ പോയ മേഖല ശരിയല്ല, അല്ലെങ്കിൽ നമ്മൾ അതിൽ ജോലി കിട്ടുമോ എന്നൊക്കെ നമ്മളെ പുറകിലോട്ട് വലിക്കാൻ ഒരുപാട് ആൾക്കാർ കാണും. നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് നേടിയെടുത്തിരിക്കും. സഹകാരി റൈസ് പ്ലസിന്റെ സക്സസ് സ്റ്റോറി സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജൂനിയർ ക്ലർക്ക് പരീക്ഷയിൽ 2ാം റാങ്ക് നേടിയ നിത ജേക്കബ് ആണ് നമ്മളോട് കൂടെ ഉള്ളത്. നിതയുടെ ഈ ഒരു ലൈഫ് സ്റ്റോറി, അതായത് അഡ്വൈസ് കയ്യിൽ കിട്ടുന്നത് മുതൽ ഇന്നത്തെ ദിവസം വരെ നിതയുടെ എക്സ്പീരിയൻസ് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാണ്. ഡെഫിനറ്റ്ലി ഓരോ സക്സസ് സ്റ്റോറീസും ഒരുപാട് കുട്ടികളെ CSEB പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ലൊരു റാങ്കിൽ എത്തിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നിതയുടെ അനുഭവങ്ങൾ, നിതയുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഈ ഒരു ജേർണിയില്ലേ, അതായത് നമ്മൾ ഡേ 1 മുതൽ ഈ ഒരു പൊസിഷനിലോട്ട് വരുന്നത് വരെയുള്ള ജേർണി. അപ്പൊ ഇതിനെ നമുക്ക് 1, 2, 3 കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം. ഫസ്റ്റ്, എന്തുകൊണ്ടാണ് CSEBയിൽ ജോയിൻ ചെയ്യാനും അല്ലെങ്കിൽ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനും എന്താണ് ഫസ്റ്റ് മോട്ടിവേഷൻ, അല്ലെങ്കിൽ എന്താണ് നിതയുടെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്? ഞാൻ +2 സയൻസ് എടുത്തൊരു വിദ്യാർത്ഥിയായിരുന്നു. അത് സ്വാഭാവികമായിട്ടും 10ല് ഫുൾ A+ വരുന്നു, സയൻസ് എടുക്കുന്നു. നോർമലാണ്, അത് നമ്മുടെ ഒരു രീതിയായിട്ട് ഇപ്പൊ വന്നോണ്ടിരിക്കുകയാണ്. 10ല് ഫുൾ A+ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും നമ്മളടുത്ത് പറയും സയൻസ് എടുത്തോളാൻ പറയും. അത് കഴിഞ്ഞ് ഞാൻ ആർട്സിലേക്ക് പോയൊരു വ്യക്തിയാണ്. ഞാൻ BA ഇംഗ്ലീഷ് ആയിരുന്നു, അതിനുശേഷം MA എടുത്തു. പിന്നീടാണ് ഞാൻ സെക്യൂർഡ് ആയിട്ടുള്ളൊരു ജോലി എന്ന ലക്ഷ്യത്തോടു കൂടി PSC പഠനത്തിലേക്ക് തിരിഞ്ഞത്. അപ്പം വീട്ടില് 2 ആൾക്കാരും ഗവൺമെന്റ് ജോലി ആയതുകൊണ്ട് ഉറപ്പായിട്ടും എനിക്ക് ആ ഒരു പ്രഷർ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് അവർ ഒരുപാട് ഫീൽ ചെയ്തിട്ടുള്ളതായിരിക്കും. ഈ ഒരു മേഖലയെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് അറിയുമ്പം ഇങ്ങനൊരു മേഖല ഉണ്ടെന്ന് കൂടി അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഞാൻ പഠിച്ചിരുന്ന സ്ഥാപനത്തിൽ കുറെ കുട്ടികൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു മേഖലയെ കുറിച്ച് അറിയുന്നതും ഞാൻ HDC എടുക്കാനായിട്ട് തിരുവനന്തപുരത്തോട്ട് വരുന്നതും. ഇവിടെ കുറവങ്കോണം അവിടെ കോളേജിലാണ് HDC കംപ്ലീറ്റ് ചെയ്തത്. വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഉഴപ്പും എന്നുള്ളത് ഉറപ്പായതുകൊണ്ട് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ഹോസ്റ്റൽ ചൂസ് ചെയ്യാം. ഞാൻ എന്റെ PG കാലഘട്ടം വരെ വീട്ടിൽ നിന്ന് വന്നു പോകുന്ന ഹോസ്റ്റൽ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്ന ഒരാളല്ല. അപ്പൊ നമ്മുടെ ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളത്, വീട്ടിൽ നമ്മൾ എങ്ങനെയായാലും നമുക്ക് ഓരോ വിഷയങ്ങൾ വരികയും നമ്മൾ ഉഴപ്പാനുള്ള എല്ലാ സാധ്യതകളും വീട്ടിലുണ്ട്. ബിക്കോസ് അവിടെ നിൽക്കുമ്പോഴത്തേക്കായിരിക്കും നമുക്കൊരു പിള്ളേരുടെ കൂടെ ഒരു ഗെറ്റ് ടുഗദർ വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോകണമെന്ന് തോന്നുന്നത്. ഈ ഒരു ഏജ് കൂടി അങ്ങനെയാണല്ലോ, ഡെഫിനറ്റ്ലി ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ടായിരിക്കും. HDC എടുക്കാൻ വന്നപ്പം തൊട്ട് ഹോസ്റ്റലിൽ നിൽക്കുകയാണ്. അതിനുശേഷം എനിക്ക് ഫ്രണ്ട്സ് ഗ്യാങ്ങിനെ കിട്ടുകയും ഇവിടെ ഞങ്ങൾ ഒന്നിച്ചാണ് സഹകാരിയിൽ ജോയിൻ ചെയ്തത്. അപ്പം ഞങ്ങൾ 3 ആൾക്കാരുണ്ടായിരുന്നു. ഒരാൾ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാരണം നാട്ടിൽ പോയി. പിന്നെ ഞങ്ങൾ ഇപ്പൊ 2 പേരുണ്ട്. അവളും ഇപ്പം കുറെ ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ആദ്യം എനിക്കാണ് കിട്ടുന്നത്. അപ്പൊ അവക്കുടനെ ജോലിയാവും. അപ്പം ഞങ്ങൾ സഹകാരി ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഏറ്റവും നന്നായി റിസൾട്ടുകൾ സംസാരിക്കുന്നത് സഹകാരിയുടെ ഓരോ വീഡിയോസും ഓരോ പോസ്റ്റുകളും കണ്ടിട്ടാണ് ഞങ്ങൾ സഹകാരിയിൽ ജോയിൻ ചെയ്തത്. അപ്പൊ ആ ഒരു സക്സസ് സ്റ്റോറി കണ്ട് ജോയിൻ ചെയ്തിട്ട് അടുത്തൊരു സക്സസ് സ്റ്റോറിയുടെ ഭാഗമാകാൻ വേണ്ടിട്ട് നിതയ്ക്ക് സാധിച്ചു എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമില്ലേ? അതെ. അപ്പം സഹകാരിയിൽ വന്ന് ഞങ്ങൾ 2024 ഒക്ടോബറിൽ പുതിയ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ജോയിൻ ചെയ്തതാണ്. അപ്പം ഞങ്ങൾ ഓഫ്ലൈനിൽ വരികയും ഞങ്ങൾ കൃത്യമായി സഹകാരി വന്നതിന് ശേഷം ഭയങ്കര ടൈറ്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും എക്സാംസും കാര്യങ്ങളുമാണ്. പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു ഞാനും എന്റെ കൂടെ ഉണ്ടായിരുന്ന. എന്തായാലും ഡെഫിനറ്റ്ലി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുവാണ് ഇതിന് വേണ്ടിയിട്ട്. Then why don't we spend all this time for a പ്രൊഡക്റ്റീവ് പ്രോസസ് അല്ലേ? പഠനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി നടത്തുമായിരുന്നു. ഞാനും എന്റെ ഫ്രണ്ടുമായിട്ട് കമ്പൈൻ സ്റ്റഡി നടത്തുമായിരുന്നു. പിന്നെ എക്സാംസ് കൃത്യമായി അറ്റൻഡ് ചെയ്യുകയും ക്ലാസ്സുകളിൽ കൃത്യമായി ലീവ് അങ്ങനെ എടുക്കാറില്ല. കൃത്യമായിട്ട് ക്ലാസ്സിൽ വരികയും അവിടെ ഏറ്റവും കൂടുതൽ പ്രയോജനം വന്നത് സഹകാരി നടത്തിയ എക്സാംസ് ആയിരുന്നു. എക്സാംസ് കണ്ടക്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മള് ഒരു ദിവസം തന്നെ 5ഓ 6ഓ മിനിമം ഒരു 4 എക്സാം എങ്കിലും ഒരു ദിവസം, ഫ്രഷ് എക്സാം, മോഡൽ എക്സാം, പിന്നെ വീക്ക്ലി, മന്ത്ലി, അങ്ങനെ ഒരുപാട് എക്സാംസ് കണ്ടക്ട് ചെയ്യും. അത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തിയ ഒരാളാണ്. സോ മൈ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക്, ഈ ഒരു ജൂനിയർ ക്ലർക്ക് റാങ്ക് 2 അച്ചീവ് ചെയ്തു, ആദ്യമായിട്ട് ആരോടാണ് വിളിച്ചു പറയുന്നത്? വീട്ടിലാണ് ആദ്യം വിളിച്ചു പറഞ്ഞത്. അവർക്ക് സന്തോഷമായി. പിന്നെ അവര് നല്ല വിശ്വാസമുള്ള ആൾക്കാരാണ്. അപ്പം എനിക്ക് പൊതുവെ വിശ്വാസം കുറവാണെന്ന് പറയുന്ന എനിക്ക് തീരെ കുറവാണ്. പക്ഷെ നമ്മൾ ആ ഒരു ദൈവത്തിൽ വിശ്വാസം എനിക്കുണ്ട്. പക്ഷെ എന്റെ വീട്ടിൽ പറയുന്നത് എനിക്കില്ല എന്നുള്ളതാണ്. അത് കാരണമാണ് നീ പല എക്സാമുകൾക്ക് 1-2 മാർക്കിന് പോകുന്നത് എന്നുള്ളത് നിരന്തരമായി ഞാൻ കേട്ടുകൊണ്ടിരുന്ന ഒരാളാണ്. പിന്നെ പഠിച്ചതിന്റെ കഷ്ടപ്പെട്ടതിന്റെ ആ ഒരു ഫലം വന്നപ്പോൾ തീർച്ചയായും അവർക്ക് സന്തോഷമായി. കാരണം
അവര് വന്നൊരു മേഖലയിലോട്ട് എനിക്ക് എത്താം. അവര് രണ്ടുപേരും ടീച്ചേഴ്സാണ്. എന്റെ ചേച്ചിയും ടീച്ചറാണ്. സോ നമ്മൾ തുടക്കത്തിൽ പറയുകയുണ്ടായി, ഇപ്പം പല പല കുട്ടികൾക്കും അസുഖങ്ങൾ വന്നിട്ട് മാറിപ്പോവേണ്ടി വന്നു. ചില സമയത്ത് നമുക്ക് ചില പ്രതിബദ്ധങ്ങൾ തരണം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് എന്നുള്ളത് ചെറുതായിട്ടെങ്കിലും ഒന്ന് ഓർമ്മയിലുള്ള ചില കാര്യങ്ങൾ, അതായത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വന്നിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, അല്ലെങ്കിൽ ഡൗൺ ആയി പോയ സാഹചര്യങ്ങൾ, അതിൽ നിന്ന് മോൾക്ക് റീഗെയിൻ ചെയ്ത് അത് പ്രോപ്പറായിട്ട് ഇതെൻ്റെ ലക്ഷ്യമാണ് എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാർ കാണും, നമ്മൾ പോയ മേഖല ശരിയല്ല, അല്ലെങ്കിൽ നമ്മൾ അതിൽ ജോലി കിട്ടുമോ എന്നൊക്കെ നമ്മളെ പുറകിലോട്ട് വലിക്കാൻ ഒരുപാട് ആൾക്കാർ കാണും. നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് നേടിയെടുത്തിരിക്കും. നമ്മളിപ്പം ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് പലരും ചെയ്യാത്ത ഒരു കൺസിസ്റ്റൻസി ഇല്ല. നമ്മൾ പറ്റുന്നില്ല, വിട്ടിട്ട് പോവുകയാണ് പലരും ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്ദനത്തിന് വേണ്ടി കയറിയതിനു ശേഷം ഞങ്ങൾ പുറത്തോട്ട് പോക്ക് കുറവാണ്, ഞങ്ങൾ കറങ്ങാൻ പോകുന്നത് കുറവാണ്, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഗ്യാദർ ചെയ്യുന്ന കുറവാണ്, വളരെ ചുരുക്കമാണ്. ആരെങ്കിലും ഇതൊക്കെ സാക്രിഫൈസ് ചെയ്യുന്ന സമയത്ത്, അതായത് പ്രത്യേകിച്ച് മോളുടെ ഒരു ഏജിൽ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടിയാണ്, മറ്റുള്ളവർ കുട്ടികളെ കാണുന്നുണ്ട്, അവർ ആ ഒരു ടൈം എൻജോയ് ചെയ്യുന്നത്, അടിച്ചു പൊളിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അവരുടേതായിട്ടുള്ള, ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ നമ്മളൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പിള്ളേർ ഇവിടെ പോകുന്നു, ഞാൻ പോയില്ലല്ലോ, എടുത്തില്ലല്ലോ, ഇങ്ങനത്തേക്ക് ഒരു ഫീലിംഗ് വരുമ്പോഴത്തേക്കും ഹൗ വിൽ യു മാനേജ് ഇറ്റ് ആൻഡ് ഹൗ സ്വയം എങ്ങനെ പറഞ്ഞ് സാറ്റിസ്ഫൈ ചെയ്യും? അതൊക്കെ നമ്മള് പ്രധാനമായിട്ട് എനിക്ക് വീട്ടിൽ നിന്ന് ഡിപ്പെൻഡഡ് ആയിട്ട് നിൽക്കുന്നതിനോട്, അതായത് അവര് പൈസ തരുന്നു, നമ്മൾ പോകുന്നു, അതിലൊരു നമുക്കൊരു സന്തോഷം കണ്ടെത്തുന്നതിൽ ഒരു പരിധി ഇല്ല. കാരണം നമ്മൾ ഒരു ഏജ് ആയി അല്ലെ, ഇനിയെങ്കിലും നമ്മളെ പാരന്റ്സ് നന്നായിട്ട് പഠിപ്പിച്ചു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവരെ നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു ലെവലിലോട്ട് നമ്മൾ വരണം. അറ്റ്ലീസ്റ്റ് നമ്മുടെ സ്വന്തം കാര്യങ്ങളെങ്കിലും സെൽഫായിട്ട് അല്ലേ. ഒരു പരിധി വരെ പെൺകുട്ടികൾ എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് വീട്ടുകാർ പൈസ തരുന്നു, നമ്മൾ അതിൽ ജീവിക്കുന്നു, അങ്ങനെ നമ്മുടെ ഒരു സമൂഹത്തിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഏർണിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടുകാർ നമ്മളെ സഹായിക്കും, അങ്ങനെയല്ല. എന്നിരുന്നാൽ പോലും നമുക്ക് സ്വന്തമായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഫീല്, അതിന്റെ ഒരു കോൺഫിഡൻസ് ഒന്ന് വേറെ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ഈ സക്സസ് സ്റ്റോറി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പം ഓരോ കുട്ടികളുടെയും പഠനത്തിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡിഫറെന്റ് തന്നെയായിരിക്കും അല്ലെ. അങ്ങനെയുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു സ്റ്റഡി സ്ട്രാറ്റജി, അതായത് മോള് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു ടെക്നിക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിൽ നിന്നല്ലാത്തത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് ഒന്നേന്ന് പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് അക്കൗണ്ടൻസി പോലെയുള്ള സബ്ജക്ട് നമ്മൾ അത്രയും പഠിച്ചിട്ടില്ല. അപ്പം അത് പുതുതായിട്ട് എല്ലാ വിഷയങ്ങളും പുതുതായിട്ടുള്ള വിഷയങ്ങളാണ്. ഞാൻ പഠിച്ച മേഖലയായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു മേഖലയിലേക്ക് ഞാൻ വന്നു ചേർന്നു. അപ്പം അത് ഒന്നേന്ന് പഠിച്ചെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ കൃത്യമായി നമ്മൾ ഓരോ സബ്ജക്റ്റും നമുക്ക് എവിടെയാണോ നമ്മുടെ സബ്ജക്റ്റ് വീക്കായിട്ടുള്ളത് അത് കൃത്യമായിട്ട് പഠിക്കുക. നമ്മൾ എവിടെയാണോ നമ്മുടെ മാർക്ക് കുറയുന്നത്, അത് സഹകാരിയിലെ പരീക്ഷകൾ കൊണ്ടാണ് നമുക്ക് ഇന്നടത്താണ് മാർക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇന്ന സബ്ജക്റ്റിലാണ് നമുക്ക് കുറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ആ ഒരു മാർക്ക് നമുക്ക് എവിടെയാണോ കുറവുള്ളത് അതനുസരിച്ചിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ കൃത്യമായി കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അല്ലെങ്കിൽ പകുതി വെച്ച് ഉപേക്ഷിച്ച് പോകാതിരിക്കുക. പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്, പകുതി വരെ വന്നു പിന്നെ ഉപേക്ഷിച്ച് പോകുന്നു എന്നുള്ളൊരു കാര്യം. മോളെ സംബന്ധിച്ചിടത്തോളം കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്നതാണ് മോളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത്. ആൻഡ് റിപ്പീറ്റഡ് റിവിഷൻസ് ചെയ്തത്. നമ്മൾ ഓരോ നമ്മുടെ പുതിയ ആസ്പിറൻസിനോടും പറയുന്നത് ഇത് തന്നെയാണ്. അതായത് സഹകാരിയിൽ നിന്ന് നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കീപ്പ് ഓൺ വർക്ക്ഔട്ട് അല്ലെ, വീണ്ടും ലേൺ ചെയ്തുകൊണ്ടിരിക്കുക. അത് മാത്രമാണ് നമ്മുടെ മനസ്സിൽ ഇതിനെ ഊട്ടി ഉറപ്പിക്കാനുള്ള ഒരു മാർഗം. നമ്മളൊരു കോഴ്സ് ചെയ്യുന്ന ലാഘവത്തോടെ നമുക്ക് ഒരിക്കലും ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത പഠിക്കാം. അതെ, ഒരാഴ്ച മുമ്പേ ബുക്ക് എടുക്കുള്ളൂ. ഞാൻ അങ്ങനെ പഠിച്ചു വന്ന ഒരാളാണ്, അല്ലെങ്കിൽ രാത്രി പഠിച്ച് പിറ്റേന്ന് പോയി എക്സാം എഴുതുന്ന ഒരാളാണ്. പക്ഷെ കോമ്പറ്റീറ്റീവ് എക്സാമിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്താൽ നമ്മൾ അട്ടർ ഫ്ലോപ്പ് ആയിരിക്കും. നമുക്ക് ഒന്നും നേടാൻ പറ്റത്തില്ല. നമ്മൾ അത്രയും റിവിഷൻസും നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ കുറെ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റൂ. അപ്പം നിതയുടെ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. നമുക്ക് ലാസ്റ്റ് ആയിട്ട് നമ്മുടെ സഹകാരിയുടെ കുട്ടികളോട് പറയാനുള്ളത് എന്താണ്? കൃത്യമായി സഹകാരി പറയുന്ന കാര്യങ്ങൾ അതേപടി ഫോളോ ചെയ്ത് പഠിച്ചു പോവുക. അവരുടെ എക്സാംസ് കൃത്യമായിട്ട് നമ്മൾ മറ്റുള്ള പുറമേയുള്ള കാര്യങ്ങളെല്ലാം സാക്രിഫൈസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസ്സിന് പോവുക, അറ്റൻഡ് ചെയ്യുക, എക്സാംസ് കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് അതിന് റിസൾട്ട് ഉണ്ടാവും. നമ്മളൊരു ആവറേജ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ആകുമ്പോൾ നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അത് ഏതൊരു ആളാണെങ്കിലും നമ്മൾ ചിലർക്ക് കുറെ കൂടുതൽ ടൈം എടുക്കും, പക്ഷെ നമ്മൾ കീപ്പ് ഓൺ, നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളത് ചെയ്യുക എന്നുള്ളത്. സഹകാരി അതിന് ഏറ്റവും നല്ലൊരു, എന്നെ സംബന്ധിച്ച് സഹകാരിയിൽ വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ജോലിയിൽ എത്തിയത്.
കാരണം കൃത്യമായി നമ്മളെ ഏത് വഴിയിലൂടെയാണ് നമ്മൾ പോകേണ്ടത് അതേ ഒരു ട്രാക്കിലൂടെയാണ് കൊണ്ടുപോകുന്നത്. ഇപ്പൊ മക്കളെ, ഇത് എത്ര മാസത്തെ ഒരു കഷ്ടപ്പാട് ആയിരുന്നു, അല്ലെങ്കിൽ എത്ര മാസത്തോളം മോൾ ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു എന്ന് പറയാമോ? ഞങ്ങൾ ഒക്ടോബർ 2024 സഹാരിയിൽ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നത്. നമ്മൾ ആദ്യത്തെ കുറേ മാസം നമ്മൾ എങ്ങനെയാണിത് എന്നുള്ളത് നമുക്ക് തന്നെ ഒരു പരീക്ഷണമാണ്, ഇത് എങ്ങനെയാണ് പഠിച്ചെടുക്കുന്നത് എന്നുള്ളത്. പക്ഷെ അത് 2026 ആദ്യം ആയപ്പോഴത്തേക്ക് ജോലിക്ക് കയറാൻ പറ്റി. ഇപ്പോൾ ഒരു കംപ്ലീറ്റ് ഇയർ അല്ലെങ്കിൽ ഒരു 1.5 ഇയറിന്റെ ഒരു കഷ്ടപ്പാടിന്റെ ഫലമാണ് നിതയുടെ ഇന്നത്തെ 2ാം റാങ്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏവർക്കും ഇതൊരു പ്രചോദനമായിരിക്കും എന്ന വിശ്വാസത്തോടെ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ.